അതിമനോഹരമായ ഒരു ദിവസം കൗതുകത്തോടെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാൽ നിറഞ്ഞ ചെറിയൊരു ക്ലാസ് റൂമിലേക്ക് ഒരു അധ്യാപകൻ നടന്നു വന്നു. ദയ നിറഞ്ഞ കണ്ണുകളും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും ആ കുഞ്ഞുങ്ങൾക്ക് ആ അധ്യാപകനോട് വളരെ സ്നേഹമായിരുന്നു. ഒരു പിതാവിൻ്റെ സംരക്ഷണയാണ് ആ അധ്യാപകനിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കാറുണ്ടായിരുന്നത്. പെട്ടെന്ന് കുട്ടികൾ പരസ്പരം നോക്കുവാൻ തുടങ്ങി. കാരണം എന്താണെന്നോ? ആ അധ്യാപകൻ്റെ കയ്യിൽ കുറേ പേപ്പറുകൾ കാണാം. ക്ലാസ്സിൽ കടന്നു വന്ന അധ്യാപകൻ പെട്ടെന്ന് കുട്ടികളോടായി പ്രഭാതവന്ദനം അറിയിച്ചു. എന്നിട്ട് അദ്ദേഹം സൗമ്യമായി പറഞ്ഞു, ഇന്ന് നമുക്ക് ചെറിയൊരു പരീക്ഷയുണ്ടാകും. പക്ഷേ ഇതൊരു സാധാരണ പരീക്ഷയല്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതിയിട്ടും ഉണ്ടാവില്ല. കുട്ടികൾ പരസ്പരം നോക്കി. അപ്രതീക്ഷിതമായി പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ചിലപ്പോഴൊക്കെ ഭയം തോന്നാറില്ലേ? പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളെല്ലാവരും പരീക്ഷ എഴുതുവാനായി തയ്യാറെടുത്തു. ആ അധ്യാപകൻ എല്ലാവരുടെയും കയ്യിൽ കൊണ്ടുപോയി പേപ്പർ നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പേപ്പർ എല്ലാവർക്കും നൽകി തീരുന്നത് വരെ ആരും ഇത് തിരിച്ചു നോക്കരുത്. അവസാനം ഇരുന്ന കുഞ്ഞിൻ്റെ കയ്യിലും ആ പേപ്പർ കൊടുത്തതിന് ശേഷം ആ അധ്യാപകൻ പറഞ്ഞു, ഇപ്പോൾ പേപ്പറുകൾ തിരിച്ചു നോക്കുക. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ചെറിയൊരു കൗതുകത്തോടെ എല്ലാവരും ആ പേപ്പറിലേക്ക് നോക്കി. പേപ്പറിലേക്ക് നോക്കിയ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. കാര്യം എന്താണെന്നല്ലേ? ഓരോ പേപ്പറിൻ്റെ നടുക്കും ഒരു ചെറിയ കറുപ്പ് പോയിന്റ് മാത്രമാണുള്ളത്. അതല്ലാതെ വേറെ ഒരു ചോദ്യങ്ങളോ ഒരു വാക്കുകളോ ഒന്നുമില്ല. ആശയക്കുഴപ്പത്താൽ ക്ലാസ് മുറി നിശബ്ദമായി. ചില വിദ്യാർത്ഥികൾ പരസ്പരം നോക്കി. അധ്യാപകൻ നമ്മെ പറ്റിക്കുകയാണോ? ഇതൊരു തമാശയായിരിക്കുമോ? അവർക്കൊന്നും മനസ്സിലായില്ല. വിദ്യാർത്ഥികളുടെ മുഖഭാവം കണ്ട അധ്യാപകൻ സൗമ്യമായി പുഞ്ചിരിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ കണ്ടത് അതെഴുതിയതിന് ശേഷം വേഗം തിരികെ തരിക. വിദ്യാർത്ഥികൾ എഴുതി തുടങ്ങി. എല്ലാവരുടെയും പേപ്പർ ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുതിയ ഉത്തരങ്ങളും ഏകദേശം ഒരുപോലെയായിരുന്നു. ആ വെള്ള പേപ്പറിൻ്റെ നടുവിൽ കണ്ട ആ കറുത്ത പോയിന്റിനെ കുറിച്ചും ആ നിറം, അത് പേപ്പറിൻ്റെ ഏത് സ്ഥാനത്താണ് കണ്ടത്, അങ്ങനെയൊക്കെ കുട്ടികൾ എഴുതി. എല്ലാവരും എഴുതി തീർന്നപ്പോൾ ആ അധ്യാപകൻ എല്ലാവരുടെ കൈകളിൽ നിന്നും ആ പേപ്പർ തിരികെ വാങ്ങിച്ചു. എന്നിട്ട് അവർ ഓരോരുത്തരും എന്താണ് എഴുതിയതെന്ന് ഉറക്കെ വായിച്ചു. എല്ലാവരുടെയും ഉത്തരം ആ കറുത്ത പോയിന്റിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സ്ഥാനം, എല്ലാ ഉത്തരങ്ങളും കണ്ടപ്പോൾ ആ അധ്യാപകൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളിൽ എല്ലാവരും ആ ഒരു കറുപ്പ് പോയിന്റിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആരും അതിന് ചുറ്റുമുള്ള വെളുത്ത സ്ഥലത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ട് കറുത്ത പോയിന്റ്. പ്രതിസന്ധികൾ, അസുഖങ്ങൾ, ഏകാന്തത, ഭയം, അല്ലെങ്കിൽ ദുഃഖം അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ. നമ്മളെപ്പോഴും പണം, സ്നേഹം, കുടുംബം, നമ്മുടെ പിഴവുകൾ എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. എന്നാൽ ജീവിതത്തിലെ എല്ലാ നന്മയോടും താരതമ്യം ചെയ്യുമ്പോൾ ആ കറുപ്പ് പോയിന്റുകൾ വളരെ ചെറിയതാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചിട്ടുള്ള ദൈവികമായ സ്നേഹവും നമുക്ക് തന്ന നല്ലൊരു ഫാമിലി, കൂട്ടുകാർ, എന്തിനേറെ നമുക്ക് ഈ മനോഹരമായ ജീവൻ തന്നതോർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ബ്ലാക്ക് ഡോട്ടുകളൊക്കെ അതിൻ്റെ മുൻപിൽ ഒന്നുമല്ലാതായി തീരും. ആ അധ്യാപകൻ പറയുന്നത് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ചില വിദ്യാർത്ഥികൾ അതൊക്കെ ഇമാജിൻ ചെയ്തു തുടങ്ങി. അധ്യാപകൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, യേശു ഈ ഭൂമിയിലേക്ക് വന്നു ആ കറുത്ത പോയിന്റിനെ ഇല്ലാതാക്കാൻ, അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെ വെളിച്ചമുള്ളതാക്കി മാറ്റുവാൻ, പ്രതീക്ഷകളില്ലാത്ത ഹൃദയങ്ങളിൽ പ്രതീക്ഷ നൽകുവാൻ, സങ്കടത്തെ സന്തോഷമാക്കി മാറ്റുവാൻ. നമ്മുടെ കണ്ണുകൾ ആ യേശുവിൽ ഉറപ്പിക്കുമ്പോൾ ആ ബ്ലാക്ക് ഡോട്ടിന് ഒരു സ്ഥാനമില്ലാതായി പോകും. ഞാനിപ്പോൾ നൽകിയ പേപ്പറും അതുപോലെയാണ്. ചുറ്റുമുള്ള വെള്ള ഭാഗങ്ങളെയെല്ലാം യേശുവിനെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ മുൻപിൽ ആ ചെറിയ ഡോട്ട് അതിനൊരു പ്രസക്തിയുമില്ല.
ആ ചുറ്റുമുള്ള വെള്ള പേപ്പറിലേക്ക് നമ്മുടെ കണ്ണുകളെ കേന്ദ്രീകരിക്കുമ്പോൾ ആ കറുപ്പ് ചെറുതായി തോന്നും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും വളരെ ചെറുതായി തോന്നും. ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുവാൻ ഒരിക്കലും ആ കറുപ്പ് പോയിന്റിനെ അനുവദിക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ യേശുവിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നം നിറഞ്ഞ ഇരുളിൻ്റെ അവസ്ഥയിൽ കൂടി നടന്നു പോയാലും ദൈവിക പ്രകാശം അവിടെ പ്രതിഫലിക്കും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതൊരവസ്ഥയ്ക്ക് മാറ്റം വന്നാലും മാറ്റം വരാതെ സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ദൈവത്തിലാണെങ്കിൽ ഇരുളിന് നിങ്ങളെ വിജയിക്കുവാനാവില്ല. ഓർക്കുക, എല്ലാവരുടെയും ജീവിതം കറുപ്പ് പോയിന്റുകൾ നിറഞ്ഞതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി വലുതായി നിൽക്കുന്നത് വെളുത്ത സ്ഥലമാണ്. അതായത് പ്രശ്നങ്ങളുടെ മുകളിലാണ് യേശുവിൻ്റെ സ്ഥാനമുള്ളത്, യേശുവിൻ്റെ സ്നേഹവും കരുതലുമുള്ളത്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ പ്രശ്നങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് ദൈവത്തെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതവും യേശുവാകുന്ന പ്രകാശം, പ്രത്യാശ, സ്നേഹം ഇവ കൊണ്ട് നിറയും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലും യേശുവിനെ മാത്രം നോക്കുക. ബാക്കിയുള്ള എന്ത് പ്രശ്നങ്ങളും യേശുവിൻ്റെ സമീപനത്തിന് മുമ്പിൽ ചെറുതായിരിക്കട്ടെ. ദൈവിക സ്നേഹം നിങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ. God bless you all.